മെൻ്റൽ ഹെൽത്തിനെ പറ്റി കൂടുതൽ അറിയണം. അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ പിള്ളേരാണ്, പുതിയ ജനറേഷനാണ്. അപ്പോൾ നിങ്ങളിനി വേറെ ഒക്കെ പഠിക്കാൻ പോകുമ്പോഴത്തേനും നിങ്ങളെ കൂട്ടുകാരികളുണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെ സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. നിങ്ങൾ പെട്ടെന്ന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ അവരെ ഉപദേശിക്കും വേണം ഇത് കാണിക്കണം എന്നുള്ള കാര്യമാണെന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റു അസുഖങ്ങൾ പോലെ ഇത് എല്ലാവരും പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പം അതൊരു സ്റ്റിഗ്മ ഇപ്പോഴും ഉണ്ട്. ഇപ്പം മനസ്സിന് അസുഖം വരുമ്പം ഡോക്ടറെ കാണിക്കണം, അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം എന്ന് പറയുന്നത് ഇപ്പോഴും എല്ലാവർക്കും ഒരു സ്റ്റിഗ്മയാണ്. സ്റ്റിഗ്മ എന്ന് വെച്ചാൽ എല്ലാവർക്കും അതൊരു നാണക്കേട് പോലെ. ഇപ്പോഴും എല്ലാവരും ഒന്നും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇനി ഞാൻ അവിടെ പോയാൽ എന്താ എനിക്ക് പ്രശ്നമാവോ, എല്ലാവരും എന്നെ കളിയാക്കുമോ, മരുന്ന് കഴിക്കേണ്ടി വരുമോ, ഞാനൊരു മെൻ്റൽ പേഷ്യൻ്റ് ആവോ, ഇങ്ങനെയൊക്കെ പല ടെൻഷനായിരിക്കും അവർ. അപ്പം ഇങ്ങനെയൊക്കെ അവരെ ചിന്തിപ്പിക്കാൻ ഉള്ള കാരണക്കാരാരാ? ഇപ്പം നമുക്ക് പനി വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, നമ്മൾ ചിന്തിക്കുന്നുണ്ടോ നാട്ടുകാരെന്ത് വിചാരിക്കും, ഞാൻ പനി പിടിച്ച് ആശുപത്രിയിൽ പോയി അവിടെ നിന്ന് മരുന്ന് കഴിക്കേണ്ടി വരും, അങ്ങനെയൊന്നും നമ്മൾ ആലോചിക്കുന്നതേ ഇല്ല. കാരണം അത് എല്ലാവരും ചെയ്യുന്ന കാര്യം. അപ്പം നമ്മളും ചെയ്യുന്നത് ഒരു നോർമൽ കാര്യമായിട്ട് എല്ലാവരും കാണുന്നത്. പക്ഷേ നമുക്കൊരു മനസ്സിനൊരു ബുദ്ധിമുട്ട് വന്ന് നമ്മൾ സൈക്കാട്രിസ്റ്റിനെ കാണണം എന്ന് പറയുമ്പോൾ ഈ കുറേ ചിന്തകൾ വരുന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ പണ്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റിഗ്മ. അപ്പോൾ ആർക്കെങ്കിലും ഒരു മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയത്തില്ല. അപ്പോൾ മറ്റേ ആൾ എന്നെ എന്ത് വിചാരിക്കും, ഞാൻ മെൻ്റലാന്ന് വിചാരിക്കും എന്ന് വിചാരിച്ച് അവർ മിണ്ടത്തില്ല. നേരെ മറിച്ച് മറ്റേ അസുഖം ഉണ്ടെങ്കിൽ എല്ലാവരും പറയും, എനിക്ക് അവിടെ നെഞ്ച് വേദനയുണ്ട്, എനിക്ക് അങ്ങനെ വേദനയുണ്ട് എന്നൊക്കെ നമ്മൾ തുറന്ന് പറയും. പക്ഷേ ഇതാരും തുറന്ന് പറയത്തില്ല. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നെക്സ്റ്റ് ജനറേഷനിലെ ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു നോർമൽ പോലെ കാണണം. നിങ്ങൾ ഒരിക്കലും ഒരാൾ നിങ്ങളോട് ഇങ്ങനെ വന്ന് തുറന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിൽ അത് കാണരുത്. അതൊരു സാധാരണ മറ്റ് അവയവങ്ങൾക്ക് വരുന്ന പോലെ നമ്മുടെ ബ്രെയിനിന് വരുന്ന ഒരു അസുഖം, അത്രേ ഉള്ളൂ. നമ്മളതിനെ നോർമലൈസ് ചെയ്യണം. അപ്പോൾ കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റാണ്. കാരണം മനസ്സിന് ബുദ്ധിമുട്ട് വരുന്ന വെച്ചാൽ ഭയങ്കര ഒരു പെയിനാണ് അത് അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, ആർക്കും മനസ്സിലാകത്തുമില്ല. അപ്പം അത്രയൊരു വേദന ഉള്ളൊരു കാര്യമാണ് അത്. അപ്പോൾ അത് ആരോടും പറയാനും പറ്റാത്തൊരവസ്ഥ. നമ്മളിപ്പം കാലൊടിഞ്ഞാലൊക്കെ നമ്മൾ പെട്ടെന്ന് പ്ലാസ്റ്ററൊക്കെ ഇട്ട് എല്ലാവരും നമ്മളെ നോക്കും, നമ്മളെ പിടിക്കും, ബാത്റൂമിൽ കൊണ്ടുപോകും, എല്ലാവരും ഭയങ്കര നമ്മളെ കെയർ ചെയ്യും. പക്ഷേ ഇത് വന്നാൽ ഇവർക്ക് ആരോടും പറയാനും പറ്റത്തില്ല, എന്നാൽ അതിനുള്ളൊരു കെയറും കിട്ടത്തില്ല. ആകെ ഒരു വീർപ്പുമുട്ടായിരിക്കും. ഇവരാരും മനസ്സിലാക്കത്തുമില്ല. അപ്പം നമ്മളത് അങ്ങനെ ഒരു കാര്യം നമ്മളെ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മളത് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യണം.